കുറച്ചു കാലമായി യൂട്യൂബ് ഷോർട്സ് വാഴുന്ന ഒരു സംഭവമാണ് വാട്ട് ഐ ഈറ്റിനിടെ. മറ്റുള്ളവർ ഒരു ദിവസം എന്തൊക്കെ കഴിക്കും എന്നറിയാനുള്ള ഒരു ആഗ്രഹം, അവരത് കഴിക്കുന്നത് കാണാനുള്ള ഒരു രസം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ സംഭവം ആളുകൾക്ക് ഇഷ്ടമാണ്. മലയാളികൾ എന്തൊക്കെയാണ് ഇപ്പോൾ ദിവസവും കഴിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആഗ്രഹം എനിക്കും തോന്നി. വാട്ട് ഐ ഈറ്റിനിടെ മലയാളം എന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കി. പുട്ട്, ഇഡ്ഡലി, ദോശ, ചോറ്, മീൻകറിയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ സംഗതി മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ അത്ര നല്ല പോക്കല്ല. വെറുതെ ഒരു ഓളത്തിന് ഓവറാക്കുന്നതാണോ അതോ ഇതാണോ ഇപ്പോഴത്തെ രീതി എന്നറിയില്ല. എന്ത് തന്നെയായാലും നല്ല മാറ്റമുണ്ട്. പുതുതായി വന്ന വിദേശ വിഭവങ്ങൾ കൂടി തങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വാട്ട് ഐ ഈറ്റുകാർ ഇപ്പൊ 3 നേരമല്ല 4 നേരമാണ് ഫുഡ് അടിക്കുന്നത്. രാവിലെ പതിവ് പോലെ പുട്ട്, ഇഡ്ഡലി, കടലക്കറി അങ്ങനെ എന്തെങ്കിലും. ഉച്ചയ്ക്ക് ചോറിന് പകരം നെയ്ച്ചോറ്, ബിരിയാണി, മന്തി, ചട്ടിച്ചോറ്, കപ്പ ബിരിയാണി അതിലേതെങ്കിലും. വൈകുന്നേരം അൽഫാം, ബർഗർ അങ്ങനെ എന്തെങ്കിലും വിദേശ സംഭവമായിരിക്കും. രാത്രി നമ്മുടെ സ്വന്തം ചോറും മീൻ കൂട്ടാനും. ഇതിനിടയ്ക്ക് ഷേക്ക്, ബിസ്ക്കറ്റ്സ്, കേക്ക്, ഐസ്ക്രീം, ലേസ് തുടങ്ങിയ സ്നാക്സും ഉണ്ടാകും. അതിനിടെ ഒരാൾ ബർഗർ കഴിച്ച് പറയുന്നുണ്ട് അതിൽ പച്ചക്കറിയൊന്നും വിട്ട് വെറുപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് കൂടുതലാണ്. അതിന് പല കാരണങ്ങളും ആളുകൾ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് മെയിനായി ഈ മാറിയ ഭക്ഷണ രീതിയും ഓവർ ഈറ്റിംഗും ഒരു കാരണമായിരിക്കാം എന്നാണ്. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരിത്തിരി കൂടിയിട്ടുണ്ട്, നന്നായി നടക്കണം, ദിവസവും എക്സസൈസ് ചെയ്യണം, ഫുഡ് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ്. കുറച്ച് മാത്രം കൂടിയത് കൊണ്ട് മെഡിസിന്റെ ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല എന്നും ഈ കാര്യങ്ങളിലൂടെ തന്നെ കുറയ്ക്കാമെന്നും ഡോക്ടർ പറഞ്ഞു. ആ സുഹൃത്ത് മെലിഞ്ഞിരിക്കുന്ന ഒരാളായതുകൊണ്ട് മെലിഞ്ഞിരിക്കുന്നവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നൊരു അബദ്ധധാരണ മാറിക്കിട്ടി. വാട്ട് ഐ ഈറ്റിനിടെ വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ പലപ്പോഴും കാണുന്ന ഒരു കമന്റ് ഇത്രയൊക്കെ തിന്നിട്ടും നിങ്ങൾക്ക് തടിയൊന്നുമില്ലല്ലോ എന്നാണ്. പക്ഷെ ഇതേ വാട്ട് ഐ ഈറ്റിനിടേക്കാർ തന്നെ കുറച്ചു കഴിഞ്ഞ് ഞാനിപ്പോൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ ഈ ഡയറ്റ് പ്രമാണിച്ച് ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടപ്പോഴോ ഡോക്ടറെ കാണിച്ചപ്പോഴോ ഒക്കെ ആയിരിക്കും അങ്ങനെ ഒരു മാറ്റം. പക്ഷെ ഡയറ്റ് വീഡിയോസ് കാണുന്നതിനേക്കാൾ സാധാരണക്കാർക്ക് ഇഷ്ടം ഭക്ഷണം നന്നായി കഴിക്കുന്ന വീഡിയോസ് കാണാനായതുകൊണ്ട് ഇവർ പഴയ ടൈപ്പ് വീഡിയോസ് തന്നെ വീണ്ടും ചെയ്തു തുടങ്ങും. ഇത്തരം വീഡിയോസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4 നേരം ഫുഡ് അടിക്കൽ, ഇടയ്ക്കിടയ്ക്കുള്ള കുറിക്കൽ, ഇതൊക്കെ വളരെ നോർമൽ ഭക്ഷണ രീതിയാണ് എന്നൊരു പ്രതീതി കാണുന്നവരിൽ ഉണ്ടാകും എന്നതാണ്. കഴിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അഷുറൻസ് കിട്ടുമ്പോൾ നമ്മളും അങ്ങ് കഴിച്ചു തുടങ്ങും. അവരൊക്കെ കഴിക്കുന്നില്ലേ ദിവസവും ഐസ്ക്രീമും, ബർഗറും, ലേസും, ബിരിയാണിയും ഒക്കെ, അപ്പൊ എനിക്കും കഴിക്കാം എന്ന് ചിന്തിക്കും. എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം നമുക്ക് തോന്നുന്നത് വരെ നമ്മൾ ഹെൽത്ത് നോക്കുകയുമില്ല, ചെക്കപ്പ് ഒന്നും ചെയ്യുകയുമില്ല. മറ്റൊരു കാര്യം, ഇത്തരം വീഡിയോസ് പലപ്പോഴും ചെയ്യുന്നത് സ്കൂളിലും കോളേജിലുമൊക്കെ പോകുന്ന ടീനേജേഴ്സും കുട്ടികളുമാണ് എന്നതാണ്. കുറച്ചുകൂടി പ്രായം കൂടുമ്പോഴാണ് ഈ ഒരു ഭക്ഷണശീലത്തിന്റെ എഫക്ട് ശരീരം കാണിച്ചു തുടങ്ങുക. അതുകൊണ്ട് അവരെ കണ്ട് അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ, എനിക്കും പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ്. വാട്ട് ഐ ഈറ്റിനിടെ വീഡിയോസിന്റെ വേറൊരു വകഭേദമുണ്ട്, ലഞ്ച് ബോക്സ് ഒരുക്കലാണത്. ഹസ്ബൻഡിനും കുട്ടികൾക്കും വേണ്ടി ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും ഒക്കെ ഒരുക്കുന്നത്, വീഡിയോ ഇടുന്നതും ഇപ്പോഴത്തെ ഒരു ഷോർട്സ് ഐറ്റമാണ്. കുട്ടികൾക്ക് സ്നാക്കായി ഫ്രൂട്ട്സ് ഒന്നുമല്ല, മറിച്ച് കേക്ക്, ലേസ്, ബിസ്ക്കറ്റ്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ അൺഹെൽത്തി ഭക്ഷണശീലം കുട്ടികളിൽ ഉണ്ടാക്കുന്നത് തെറ്റ് തന്നെയാണ്. പിന്നീട് അത് മാറ്റാൻ അവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും. ഭക്ഷണം സ്ക്രീനിൽ കാണുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്, മറ്റുള്ളവർ കഴിക്കുന്നത് കാണാനും ഇഷ്ടമാണ്. പക്ഷെ അത് കണ്ട് അതുപോലെ കഴിക്കാൻ തോന്നിയാൽ പ്രശ്നമാകും. ബോഡി ഫാറ്റ് കൂടും, നമ്മുടെ വിശപ്പിന്റെ ബാലൻസ് അങ്ങ് തെറ്റും. വിശപ്പിന് വേണ്ടി കഴിക്കുക എന്നത് മാറി പ്ലഷറിന് വേണ്ടി കഴിക്കുന്നതാകും. ബ്ലഡ് പ്രഷർ കൂടാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കാം, ഇൻഫ്ലമേഷൻ ഉണ്ടാകാം, ബ്രെയിൻ ഫംഗ്ഷനെ ബാധിക്കാം, ഗ്യാസ് ബ്ലോട്ടിംഗ് ഉണ്ടാകാം, ക്ഷീണിതരാകാം, അങ്ങനെ തുടങ്ങി മറ്റ് പല രോഗങ്ങളിലേക്കും എത്തിച്ചേക്കാം. അപ്പൊ പറഞ്ഞു വരുന്നത്, വാട്ട് ഐ ഈറ്റിനിടെ എന്ന പേരിൽ പലരും ചെയ്യുന്ന ഷോർട്സിൽ കാണിക്കുന്ന ഭക്ഷണ രീതി നമുക്കൊരു ദിവസം കഴിക്കാവുന്ന ഭക്ഷണത്തിലും എത്രയോ അധികമാണ്. അത് മാത്രമല്ല പലതും അൺഹെൽത്തിയുമാണ്. ഉപ്പ് കൂടിയ, മധുരം കൂടിയ, എണ്ണയിൽ പൊരിച്ചെടുത്ത ഫുഡൊക്കെ അധികമായി കഴിക്കുന്നതും സ്ഥിരമായി കഴിക്കുന്നതും പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേക്കാം. ഇടയ്ക്ക് നമ്മുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത്, പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞ്, വളരെ നല്ലതാണ്. മറ്റുള്ളവർ കഴിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ അതേ ഐറ്റംസ് കഴിക്കാൻ തോന്നുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരം വീഡിയോസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, കാണൽ മാത്രമേ ഉള്ളൂ, കഴിപ്പ് ഹെൽത്തി ആണെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ എന്താണ് ഇത്തരം വാട്ട് ഐ ഈറ്റിനിടെ വീഡിയോസിനെ കുറിച്ചും അവയുടെ സ്വാധീനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.